ഇപ്പോൾ എത്തുന്നൊരു വാർത്ത. ഫെബ്രുവരി 14 പ്രണയദിനത്തിൽ പശുക്കളെ ആലിംഗനം ചെയ്ത് ആഘോഷിക്കണം എന്നുള്ള നിർദ്ദേശം പിൻവലിച്ച കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വിശദാംശങ്ങൾ ഭദ്ര നൽകും. ഭദ്ര, ഈ ഒരു നിർദ്ദേശത്തിൽ വിമർശനവും വിവാദവും ഒക്കെ ഉയർന്നിരുന്നു. അതിനെ തുടർന്നാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം? ഫിജി അല്പസമയം മുൻപാണ് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ് ഈ കൗ ഹഗ് ഡേ ആചരിക്കണം എന്ന് പറഞ്ഞിരുന്ന ആ നിർദ്ദേശം പിൻവലിച്ച ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു, അതായത് ഫെബ്രുവരി 14 പ്രണയദിനത്തിൽ പശുക്കളെ ആലിംഗനം ചെയ്തുകൊണ്ട് ആഘോഷിക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശം പുറത്തിറക്കിയത്. ഇപ്പോൾ ഫെബ്രുവരി 10-ാം തീയതിയാണ്. ഇനി 4 ദിവസം മാത്രമാണ് പ്രണയദിനത്തിന് ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് പുതിയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം, അതായത് പശുക്കൾ രാജ്യത്തിൻ്റെ സമ്പത്താണെന്നും മൃഗങ്ങളോടുള്ള സ്നേഹവും അനുകമ്പയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ദിവസം കൗ ഹഗ് ഡേ ആചരിക്കണം എന്ന തരത്തിൽ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഈ സർക്കുലറാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പിൻവലിച്ചിട്ടുള്ളത്. ഫിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഇന്ത്യക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ ഒരു നടപടി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഈ മണിക്കൂറുകളിലൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അല്പസമയം മുൻപാണ് ഈ ഉത്തരവ് പിൻവലിക്കുന്നു എന്ന തരത്തിൽ പുതിയ ഉത്തരവ്, കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. SK ദത്ത, അതായത് നേരത്തെ കൗ ഹഗ് ഡേ ആചരിക്കണം എന്ന് പറഞ്ഞ SK ദത്ത തന്നെയാണ് അത് പിൻവലിക്കുന്നു എന്ന തരത്തിലും ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഫിജി. ശരി ഭദ്ര, ഫെബ്രുവരി 14 പ്രണയ ദിനമാണ്. ഈ ദിനത്തിൽ പശുക്കളെ ആലിംഗനം ചെയ്ത് ആഘോഷിക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു നടപടി എന്നാണ് മനസ്സിലാകുന്നത്. ഈ നിർദ്ദേശം വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു.